സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക ഇടപെടലുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ചീഫ് സെക്രട്ടറി ജൂലൈ 10 ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവാണ് സർക്കാർ പൂഴ്ത്തിവെച്ചത്. 8% പലിശ നൽകണമെന്ന തുടർ ഉത്തരവും അവഗണിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയ ഇടപെടൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ഹാജരാകണമെന്ന നിർദ്ദേശം വരുന്നു. വിവരങ്ങൾ. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായി ഈ വിഷയത്തിലൊരു കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തിറക്കുന്നത്. ഈ ഉത്തരവിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എന്നിവ തേടി ചീഫ് സെക്രട്ടറി അടക്കം നേരിട്ട് വിളിച്ചു വരുത്തിയിട്ടായിരുന്നു അത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നീട് ഈ നഷ്ടപരിഹാരം നൽകണമെന്നൊരു ഉത്തരവിലേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോവുകയും ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ട്, ഈ ഉത്തരവ് സർക്കാർ പൂഴ്ത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇത്തരത്തിൽ ഈ ഉത്തരവ് പൂഴ്ത്തിവെച്ച സാഹചര്യം മനസ്സിലാക്കിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 8% പലിശ കൂടി ഈ 7 ലക്ഷം രൂപയ്ക്കൊപ്പം കുടുംബത്തിന് നൽകണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി, ഒരു ഉത്തരവ് കൂടി മുന്നോട്ട് വെച്ചു. ഈ ഉത്തരവും സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ജൂലൈ 10 ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അടിയന്തര നടപടി കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ ഇത്രയൊരു സംവിധാനം സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഇത്ര ഒരു നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ അത് പാലിക്കാതെ വന്ന സാഹചര്യം അടക്കം വിശദീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ ചീഫ് സെക്രട്ടറി ഹാജരാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഒരുപക്ഷെ സർക്കാർ നിയമ നടപടിക്ക് പോയേക്കാം എന്നുള്ളതാണ്. കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും സർക്കാർ വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സിദ്ധാർത്ഥിന്റെ മരണമുണ്ടായ ശേഷം അതിലെ 19 പ്രതികളെയും സംരക്ഷിക്കാൻ സർക്കാർ ആവർത്തിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ കണ്ടതാണ്. അവർക്ക് മറ്റ് വിദ്യാലയങ്ങളിൽ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കി നൽകാനുള്ള ആസൂത്രിത ശ്രമമുണ്ടായി. അത് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് സർക്കാർ പിന്നോട്ട് പോയത്. പിന്നീട് കേസിന്റെ നാൾവഴികളിലും പൂക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ പ്രതികൾക്കും അവർ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങൾക്കുമൊക്കെ ആയിരുന്നു കൂടുതൽ പ്രാധാന്യവും അവരുടെ നിലപാടുകളെ കൂടുതൽ അംഗീകരിക്കുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേസ് അന്വേഷണത്തിന്റെ നാൾവഴികളിലും അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം പല സമയങ്ങളിൽ ഉയർന്നു കേട്ടതുമാണ്. എന്തായാലും സർക്കാർ അത്തരമൊരു സമീപനം തന്നെയാണ് ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും സ്വീകരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള ഒരു സംവിധാനം 7 ലക്ഷം രൂപ ഒരിക്കലും ആ ഒരു തുക, ഒരു പണം മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഒരിക്കലും പരിഹാരമാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൺട്രോൾ, ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെയൊക്കെ വീഴ്ചയുടെ ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ കണ്ട് ആ പണം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ സർക്കാർ അതിനും തയ്യാറായിട്ടില്ല. ആ കുടുംബത്തോട് കാണിക്കുന്നത് കൂടുതൽ ക്രൂരമായ നിലപാടെന്നുള്ളതാണ് ഈ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് പൂഴ്ത്തിയതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതിനൊപ്പമാണ് ഈ ചീഫ് സെക്രട്ടറി ഹാജരാകാതിരിക്കാനുള്ള ഒരു നിയമ നടപടിയിലേക്ക് സർക്കാർ പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നത്. സർക്കാർ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 7 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതിന്റെ പലിശയും നൽകുന്നതിൽ നിന്ന് കുറച്ചു കാലം കൂടി നീട്ടിവെക്കാൻ സർക്കാരിന് കഴിയും. അങ്ങനെ ആ കുടുംബത്തെ ആവർത്തിച്ച് ഉപദ്രവിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുകൂടി ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. സർക്കാർ അതിനെതിരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.